സന്മനസ്സോടെ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറായ അത്തരം ആളുകൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല സിനിമയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്ന ഈ ഷാജു വാലപ്പൻ സാറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഇപ്പം ഇതിലെ പല ആളുകളും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ സിനിമയുടെ ലൊക്കേഷനിൽ പ്രവർത്തിച്ചത്. അപ്പം അവർക്ക് ഈ സലീംകുമാർ നേരത്തെ പറഞ്ഞവര് നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് പല സംഭവങ്ങളൊക്കെ നമുക്ക് നടന്നു വരിക്കുന്നത്. കാരണം പലപ്പോഴും ഇത്തരമൊരു സിനിമകൾക്ക് നമ്മൾക്ക് ഒരുപാട് ഫണ്ട് ചിലവാക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒരു ഫണ്ടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു കച്ചവട ലക്ഷ്യത്തോടുകൂടിയല്ല ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയ്ക്ക് അതിൻ്റെതായ കൃത്യമായ അതിൻ്റെ കലയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഈ പരിപാടിയിൽ ഈ രണ്ട് സിനിമയുടെയും ഭാഗമായ ഈ സിനിമ നിർമ്മിക്കാൻ മുമ്പോട്ട് വന്ന ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, പ്രത്യേകിച്ച് ജലീൽ ബാദുഷയെ പോലുള്ള ക്യാമറന്മാർ, അവരങ്ങനെ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ഒട്ടനവധി സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള അതിൽ പങ്കാളികളായിട്ടുള്ള ക്യാമറമാൻമാർ, അതേപോലുള്ള എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവം, ഷാജു വാലപ്പൻ സാർ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് അവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഡോക്ടറാണ്, ഡോക്ടർ അനശ്വര. അവര് അഡ്വക്കേറ്റ് ശ്രീദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഞങ്ങൾ ആദ്യം ചിത്രീകരിക്കുന്നത്. അതിനുശേഷം അവര് സുഹറ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അപ്പുറത്ത് കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ആരോ അവിടെ വന്നിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. അത്രത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അതില് ടൈറ്റിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച മിഹിറാസിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ആമി, ഇവരെല്ലാവരും ഓരോ ആളുകളും നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഫുട്ടേജിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ബോധ്യമായ കാര്യമാണ്. എന്തായാലും ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്കും നമ്മുടെ ക്രൂ അംഗങ്ങൾക്കും ഈ വേദിയിലെ മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞ ഡയറക്ടർ സാറെ, എൻ്റെ കൂട്ടുകാരനും ഫ്രണ്ടുമായ ഷാജു വാലപ്പൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, നിരവധി വ്യാപാരികളും കുടുംബാംഗങ്ങളെ, ഞാനിവിടെ എൻ്റെ കണ്ണു നിറയെ തീർച്ചയായിട്ടും പലപ്പോഴും ഷാജു ചെയ്യുന്നതിന് ഞാൻ എതിർക്കാറുള്ള ആളാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടിൽ. കാരണം ഒത്തിരി ബിസിനസ് ചെയ്യുമ്പോൾ അവൻ്റെ മിസ്സീസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ചോസേട്ടൻ ശ്രദ്ധിക്കണം. ചിതിയിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഇരിക്കുന്ന ബോംബ് ശക്തമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം സിദ്ദിഖ് സാറ് അത്ര നല്ല മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും ഒരു 10-40, കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ പടം പിടിച്ചിട്ടുള്ളതാണ്. 3 മാസക്കാലം 2.5 മാസക്കാലം 67 പേര് വെച്ച് അതിൻ്റെ കംപ്ലീറ്റ് സാമ്പത്തികം കൈകാര്യം ചെയ്താണ് ഞാൻ. ആ ചെലവും ഈ ചെലവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം സിദ്ദിഖ് സാറ് ചെയ്തോളൂ. കൃത്യമായിട്ട് എൻ്റെ അളവ് പോലെ വെച്ച് എവിടെയെന്നോ അതിൻ്റെ വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ കൈയടി കൊടുക്കേണ്ടത് സിദ്ദിഖ് സാറിനാണ്. പിന്നെ ഷാജു, ഈ ഞങ്ങളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എന്ന് പറയുക വലിയൊരു ശക്തമായി ഇതിലേക്ക് പുറപ്പെട്ടപ്പോൾ അതിനാ നല്ല മനസ്സ് കാട്ടിയ ഷാജുവിനെ കുറിച്ച് ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനും ഈ കൈയടി. ഇനി എനിക്ക് ഈ ഫിലിം ഞങ്ങൾക്ക് മനസ്സിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഷാജു എപ്പോഴും എന്നെ വിളിക്കും, മാമ്പള്ളി, ഞങ്ങൾ അവനേക്കാളും 10 വയസ്സിന് മൂപ്പാണ് ഞാൻ. എന്നിരുന്നാലും എന്നോട് പറയും, എന്നെ വിളിക്കാൻ മാമ്പള്ളി, നമുക്ക് പ്രതീക്ഷയുണ്ട്, നമ്മുടെ ജീവിതമാണത്, നമുക്കതിന് പറ്റിയ ഒരാൾ തന്നെ, നമുക്ക് ഡയറക്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയിലാണ് നിൽക്കുന്നതിൽ.
അപ്പോൾ അതിനുള്ള എല്ലാ കാര്യവും തമ്പുരാൻ തരട്ടെ. ഇനി നല്ല മനസ്സ് കാട്ടിയ എന്നെ പിടിക്കാൻ വേണ്ടി നല്ല മനസ്സ് ഷാജുവിന് ഒരിക്കൽ കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഞാനൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ഇത്രയും സന്തോഷകരമായ ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾ ഒരു പക്ഷേ വലിയ മാധ്യമങ്ങളുടെ ആൾക്കാരായിരിക്കാം, വലിയ സെറ്റുകളും വലിയ ലോഞ്ചിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു സെറ്റ് അതൊരു വലിയ ഒരു സന്തോഷകരമായ ഒരു കൊച്ചു കുടുംബം സെറ്റായിരുന്നു. ആകെ ഒരിത്തിരി ഒറ്റ കാര്യം ഞാൻ ആകസ്മികമായി വിളിച്ചുകൊണ്ട് പറയാൻ ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യം, ഇതിൽ ഓരോരുത്തരും ആരും പ്രൊഫഷണൽസ് അല്ല. അപ്പം ഞാനും ഒരു വേഷം അതിൽ ചെയ്തിട്ടുണ്ട്. ചെയ്ത രീതി അതൊരു മറ്റ് ഒരുപാട് സെറ്റുകളിൽ ഈ എഗ്രിമെൻ്റ് ആയിട്ടും സിനിമയായിട്ടും അതൊക്കെ ആയിട്ട് ചെന്ന് കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിദ്ദിഖ് പറവൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആ ഒരു രീതി ഞാൻ വിചാരിച്ചു ഷാജുഭായി പറയുന്നത് അഭിനയിക്കാൻ ഒന്നും അറിയാതെ ഞങ്ങളെ പോലുള്ളവർ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആൾ അപ്പോൾ പറയും 60% ആയി കഴിഞ്ഞു, ഇനി 10%, 20% എന്ന് പറഞ്ഞ് 2 തവണ കഴിയുമ്പോഴേക്കും അത് പെർഫെക്റ്റ് ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ആ കരവിരുത് അത് ഈ പടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആങ്കർ പറഞ്ഞ പോലെ പനോരമകളിലും ഇതിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഇത്രയും സിനിമകൾ ചെയ്ത് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം വരെ 2-3 പുരസ്കാരം നേടിയ ആളാണ് സിദ്ദിഖ്, അറിയാം സിദ്ദിഖ്. പക്ഷെ ആളുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ കടന്നു വന്നത്. അപ്പം അതില് ആ കടന്നു വന്ന ഭാഗത്ത് ഞാനും കൂടി ഉണ്ടായി എന്നുള്ളതിൽ എനിക്കിപ്പോൾ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാജുഭായി ചോദിച്ചു വക്കീലെന്ത് പറയണേ, ഞാൻ ഒന്നും നോക്കാനില്ല. കാരണം ഒരു 5 മിനിറ്റിന്റെ സംസാരം ഉണ്ടായുള്ളൂ. ആളുടെ ഒരു ഓൺലൈൻ കേട്ടു, ആള് പറഞ്ഞ രീതി, പറയുന്ന രീതിയിൽ ആളുടെ മനസ്സിൽ, ഞാൻ അതല്ലേ പറഞ്ഞത്, ആ മനുഷ്യന്റെ കയ്യിൽ ആളുടെ മനസ്സിൽ സിനിമയുണ്ട്. ആ പറയുന്ന രീതി 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒരു 7 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീരുമാനമായി എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെയാണ് ഷാജുഭായിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്. മറ്റ് സിനിമകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാശിറക്കുമ്പോൾ അങ്ങോരുടെ മനസ്സിൽ സിനിമയുണ്ടെന്ന് പറഞ്ഞു ആള് പറഞ്ഞു നമുക്ക് ആ സിനിമ എടുക്കാം. അതിൽ വേറെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതിൽ നിന്ന് ഇനിയിപ്പോ ലക്ഷങ്ങളൊന്നും വരുമാനം ഉണ്ടാവാനില്ല. പക്ഷെ വേറെ രീതിയിൽ അത് വരുമാനം അല്ല, നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളും നമുക്ക് ഒരു പ്രതിഫലം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടറുടെയും ആമിയുടെയും സാലിയുടെയും ഒക്കെ പ്രകടനം ഞാൻ പുറത്തു നിന്ന് നോക്കി അന്തം വിട്ടിട്ട്, നമുക്ക് സീനില്ലെങ്കിലും നമ്മൾ അവരുടെ പ്രകടനം നോക്കി നിന്ന് പോയിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. ഡോക്ടറുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊരു വലിയ ഇത് തന്നെയായിരുന്നു, തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് പറയാമോ എന്നറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. സാലി സിനിമയിൽ ഡോക്ടർക്ക് ഡയലോഗില്ല അല്ലേ? ആ മുഴുനീള സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ആ കഥാപാത്രത്തിന് ഇതില്ല. കണ്ണുകളിലൂടെ മാത്രം അഭിനയിച്ചിരിക്കുന്ന വലിയൊരു സംഭവമാണ്. അതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതുപോലെ കുഞ്ഞുമോനൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ പ്രവൃത്തികൾ. ആള് പിന്നെ സ്റ്റാറാണ്, വലിയ സിനിമ സ്റ്റാറുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രോത്സാഹനമൊക്കെ ഞങ്ങൾക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത്തിരി കൂടുതൽ കടന്നു പോയി. ഞാൻ ഓരോരുത്തരെയും, അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും അറിയാൻ പറ്റില്ലെങ്കിലും ക്യാമറ സിദ്ദിഖ് ഭായി പറഞ്ഞു ഒരു അസാമാന്യ DOP ആണ് വരുന്നത് എന്ന് പറഞ്ഞു. ഒന്ന് സെറ്റിലൊക്കെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ അവിടെ ട്രൗസറൊക്കെ നടക്കുന്നത്. പക്ഷെ ആള് ചെയ്തു വെച്ചിരുന്ന സാധനങ്ങൾ പിന്നീട് രണ്ടാമത് കാണുമ്പോൾ നമ്മൾ തന്നെയുള്ള സീൻ എൻ്റെ മുഖത്തോ ഞാൻ എന്ത് ചെയ്തതെന്ന് നോക്കാനല്ല തോന്നുന്നത്. ആള് വെച്ച ഫ്രെയിമും ലൈറ്റിങ്ങും ആകെ ചെറിയ രീതിയിൽ വെച്ചിട്ട് അത് ചെയ്ത് ഒപ്പിച്ച അതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ പ്രതീക്ഷയുള്ളതാണ്. മറ്റു സിനിമകളിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സിനിമ ഭയങ്കര സംഭവമാണെന്ന് പറയല്ല, പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും ഒരു പെർഫോമൻസ് ലെവലിൽ ഓരോരുത്തരുടെയും അതായിരുന്നു. ക്രൂ ഒന്നും പറയാൻ പറ്റാത്തതാണ്. ഈ കൺട്രോളർ എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് ബോയ് തന്നെ പ്രൊഡക്ഷനിലും ഒക്കെ ഓടിയ അങ്ങനെ ആരെ എന്താണെന്നറിയാത്ത
അത്രയും വലിയൊരു അതാണ് ടീമായിട്ട് പോയത്. സിറ്റില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ നായകൻ പയ്യനാണ് ലൈറ്റൊക്കെ ഇട്ട് ഓടിയിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷം. സോ ഞാനും ഇപ്പേടൊന്നുമല്ല സംസാരിക്കാനൊന്നും അങ്ങനെയൊന്നും. പിന്നെ എല്ലാവരും വിളിച്ച് കേട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഡോക്ടറാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ ഈ സിനിമയിൽ വളരെ യാദൃച്ഛികമായിട്ട്, അതായത് ലൈക്ക് അതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് ജലീൽക്ക പറഞ്ഞു, അനശ്വര ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ജലീൽക്ക ഞാൻ ഫ്രീ ആണ്, ഒരു പടമുണ്ട്, പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആർട്ടിസ്റ്റിന് വേറെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർ പിന്മാറുന്നു. ഞാൻ പിന്നെ ജലീൽക്കനോട് എനിക്ക് നോ പറഞ്ഞിട്ടൊരു ശീലമില്ല. ജലീൽക്കൻ ആണ് എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ DOP. അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പുള്ളീൻ്റെ ഫ്രെയിമിൽ ഭ്രമിച്ചു പോയ ഒരാളാണ് ഞാനും. ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഫേസ് സിനിമയിൽ എങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ബട്ട് ജലീൽക്ക ഫ്രെയിം വെച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത്, എന്നെ സ്ക്രീനിൽ കാണാൻ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ് എൻ്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഫിലിം പുള്ളി വിളിക്കുമ്പം നോ പറയുക എന്നുള്ളത് എൻ്റെ ചിന്തയിലുള്ള ഒരു കാര്യമല്ലായിരുന്നു. ദോ ഐ വാസ് ബിസി, ശരിക്കും തിരക്കാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ജലീൽക്ക ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് സ്കോപ്പുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഡയറക്ടർ എന്നോട് പറഞ്ഞു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് ഭാഗ്യമുള്ള ആരെങ്കിലും വന്ന് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഭീകര സംഭവമായിരിക്കും. അപ്പോൾ ഞാൻ സെറ്റിൽ വന്നപ്പോൾ എനിക്ക് കഥയൊന്നും അറിയില്ല. എന്നോട് ഒരു 2 ക്യാരക്ടറുണ്ട്. ആദ്യത്തെ കോസ്റ്റ്യൂം എന്നോട് ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റിൻ്റെ ഇതാണ്. അതെനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഒരു അഡ്വക്കേറ്റ്, എനിവേ യു ആർ എ പ്രൊഫഷണൽ, so you could very well handle an advocate character. So I was like, yeah, I could handle. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എനിക്ക് മറ്റേ കോസ്റ്റ്യൂം ഞാൻ വെറുതെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ, നല്ല രസമുണ്ട് പറഞ്ഞിട്ട്, നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു കോസ്റ്റ്യൂം. പക്ഷേ ഓവർ ദ ഡേയ്സ് ആണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള ഒരു ട്രാൻസിഷൻ അല്ല, കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം, ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാഫ് ഈസ് ഡൺ. ഒരു ഡയറക്ടർ ആഗ്രഹിച്ച പോലെ ഒരു ട്രാൻസിഷൻ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഓക്കെ, ഈ പറയുന്ന പോലെ ഒരു 60% ഞാൻ ചെയ്തു എന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ തോന്നുന്നു. ബാക്കി നമുക്ക് ഫിലിം കാണുമ്പോൾ തീരുമാനിക്കാം ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന്. ഒരുപാട് നന്ദിയുണ്ട് ജലീൽക്കാനോടും സാറിനോടും വാളപ്പൻ സാറിനോടും ബാക്കി എൻ്റയർ ക്രൂ. ഞാൻ എവിടേക്ക് എത്തിയപ്പോൾ കാരണം എന്നിങ്ങനെ പൊക്കി ഒരാൾ പറഞ്ഞപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. കാര്യം സിദ്ദീഖ് ഭായിനെ പരിചയപ്പെട്ട മുതൽ അദ്ദേഹം എന്നോട് സിനിമ മാത്രമേ സംസാരിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന ദിവസങ്ങളൊക്കെ സിനിമ മാത്രമായിരുന്നു. എൻ്റെയും ഞാൻ അങ്ങനെ വലിയ ഒരു ഇതല്ല, അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ ഒരു കടലിൻ്റെ ഒരു തീരത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ സിദ്ദീഖ് ഭായ് ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഇന്ദ്രൻ ചേട്ടനൊന്ന് കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇന്ദ്രേട്ടനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഇന്ദ്രേട്ടൻ നമ്മുടെ രാജേഷ് ഇരളത്തിൻ്റെ നുണ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വായോ എന്ന് പറഞ്ഞിട്ട് ഞാനും സിദ്ദീഖ് ഭായിനെ കൂട്ടിയിട്ട് വയനാട് ഒരു സ്ഥലത്ത് പോയി ഇന്ദ്രേട്ടനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടോ ആ സിനിമ നടന്നില്ല. അപ്പം ഞാനോർത്ത് പുള്ളി അങ്ങനെയാണല്ലോ, ചില ആൾക്കാർ സിനിമ ചെയ്യാൻ വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു പിന്നെ എന്താ പറയണ്ടേ ഒരു ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതങ്ങ് ഉപേക്ഷിച്ചിട്ട് പിന്നെ അവരുടെ കരിയർ അതോടെ അവസാനിക്കും. അങ്ങനെയാണ് ഞാൻ സിദ്ദീഖ് സാറെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും പുള്ളി തളർന്നില്ല. കാരണം വലിയ സിനിമകളല്ല, വളരെ കുഞ്ഞു സിനിമകളാണ് ആഗ്രഹിക്കുന്നത് പോലും അതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മനുഷ്യൻ്റെ വ്യാകുലതകൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ഞാൻ
സാറിനോട് ചോദിക്കുമ്പോൾ ഇല്ല നമ്മളെന്തായാലും സിനിമ ചെയ്യും, നമ്മളെന്തായാലും സിനിമ ചെയ്യുന്നു. അങ്ങനെയാണ് സിദ്ദീഖ് സാറുമായിട്ടുള്ള ഈ ഒരു സിനിമയിലൂടെ ഞാൻ വരുന്നത്. എന്തായാലും എല്ലാവരും അത് ഇപ്പം ഒരുപക്ഷെ ആ സിനിമ ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് ചില വളരെ ചെറിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്നാൽ പോലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. എൻ്റെ കൂടെ എൻ്റെ അസോസിയേറ്റ് ഷെരീഫ്, അതുപോലെ ഷെഫീഖ് ഉണ്ട്, ഇവരൊക്കെ എല്ലാവരും. അതായത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഒരു ഹിന്ദി പടം ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെയിൽ പോയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ പോയിട്ടാകുമ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ലൈറ്റ് എടുത്തിട്ട് ഞാനൊരു ലൈറ്റ് ബോയ് എന്ന് പറയാൻ പറ്റില്ല, ഒരാൾക്ക് ഞാൻ കൊടുത്തു കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഡയറക്ടർ എന്നെ ഉടനെ അപ്പുറത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ എന്തിനാണ് ഈ ലൈറ്റൊക്കെ എടുത്തു കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യം നിങ്ങൾ DOP, അപ്പം നിങ്ങൾ അത് മാത്രം നോക്കുക, നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ അത് അവർ ചെയ്തോളുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സിനിമ ഞാൻ വന്നത് അങ്ങനെയാണ്. കാരണം മിനിമൽ ലൈറ്റ്സ് അല്ലെങ്കിൽ മിനിമൽ ക്രൂവിനൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ കിട്ടും, അല്ലെങ്കിൽ എന്നെ അവർ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ സഹായിക്കും. അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര വലിയ സിനിമ ആയാലും ഒരുപക്ഷെ എൻ്റെ സ്വഭാവം ഒരുപക്ഷെ മാറിയെന്ന് വരില്ല, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം ഇതൊരു ചെറിയ വലിയ സിനിമയാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം നമ്മുടെ ക്രൂ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ എക്യുപ്മെൻ്റ് കൊണ്ട് വളരെ ചെറിയൊരു സംഭവമാണെങ്കിലും ഇതിൻ്റെ ആശയപരമായിട്ടൊരു വലിയ സിനിമയാണ്. എന്തായാലും ഇതിൽ പിന്നെ എനിക്ക് എന്നെ സിദ്ദീഖ് സാർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അതിനോട് എൻ്റെ ക്രൂവിനോട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സിനിമയിലെ നായകനാണ് പഴയൊരു തമിഴ് സിനിമയിലെ നായകന്റെ ശിവകുമാർ സാറിന്റെ, അതായത് കാർത്തിയുടെയും സൂര്യയുടെയും ഒക്കെ ഫാദർ, അദ്ദേഹത്തിന്റെ ഛായയാണ് തോന്നുന്നത്. ശ്രീ ഷെജിൻ ആലപ്പുഴയെ ക്ഷണിക്കുന്നു. ഏതായാലും അവതാരിക പറഞ്ഞ പോലെ താങ്ക് യു. ഓക്കെ, അതിന് ഭയങ്കര അഭിമാന മുഹൂർത്തമാണത് ശരിക്കും. എന്താ വെച്ചാൽ അതിന് ഈശ്വരനെ ദൈവത്തോട് മരിക്കുകയാണ് ഈ ഒരു മുഹൂർത്തം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ. അതിനിടയാക്കിയ ഷാജു പാലപ്പച്ച, അതുപോലെ തന്നെ സിദ്ദീഖ് പറവൂർ സാർ, അവരോട് നന്ദി പറയുന്നു. പിന്നെ ദൈവത്തോടും മാധവനും അവരോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നുണ്ട് PR വർക്ക് പ്രൊമോഷൻ ആസ് എ ഫിലിം ജേർണലിസ്റ്റ് എന്ന രീതിയിൽ 15 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആള്. മീഡിയ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അഭിനേതാവുന്ന രീതിയിൽ ഈ ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചു. അതിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. കാര്യം ചിത്രങ്ങൾ 10-15 ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു, പക്ഷെ ആരും പറഞ്ഞറിയില്ല. മെയിൻ നല്ല ക്യാരക്ടറൊക്കെയാണ്. ഈ താരബാഹുല്യം മലയാള സിനിമയിൽ ഒരു പ്രശ്നം തന്നെയാണ്. വൻകിട താരങ്ങളുടെ കൂടെ സീൻ പങ്കിടുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ വലിയ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല. ഈ 15 ചിത്രങ്ങൾ കഴിഞ്ഞ് 16ാമത്തെ ചിത്രമായിട്ട് എന്നെ വിളിച്ച നായക വേഷമാണ്. ശരിക്കും ആ ഒരു സതീഷ്, ഫുഡ് ഇൻസ്പെക്ടർ സതീശൻ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഔചാരിതമായി എത്തിയെന്ന് തന്നെ പറയാം. കാര്യം ഞങ്ങളുടെ PRO വർക്ക് ചെയ്യുന്ന ആര്യന് ആസ് എ PRO എന്ന് സിദ്ദീഖ എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം താഹറ പനോരമയിലേക്ക് സെലക്ഷൻ ചെയ്തു. രണ്ടാമത്തെ ചിത്രം എന്ന് സ്വന്തം ശ്രീധരൻ, ആ ചിത്രത്തിന്റെ പ്രിവ്യൂവിന് വിളിച്ചിരുന്നു. അങ്ങനെ ശോഭമാണ് തൃശ്ശൂർ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്, എന്ന് സ്വന്തം ശ്രീധരൻ. നിലമ്പൂർ ഐശ്വര്യത്തെയൊക്കെ നല്ല വേഷം ചെയ്ത് ഒരു വ്യക്തിയുടെ ജീവിതം ബയോപിക്കായ ചിത്രം അദ്ദേഹം എടുത്ത് കാണിച്ചപ്പോൾ അന്ന് മുതലാണ് സിദ്ദീഖയോട് എനിക്ക് ഒരു സിനിമ സ്നേഹം തോന്നിയത്. എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു കലാകാരൻ്റെ ചിത്രം ഇത് അറിയപ്പെടണമെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ അന്ന് ആ സമയം മുതൽ ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു ഫോണിലൂടെയൊക്കെ. അപ്പോൾ ഈ ഒരു ചിത്രം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു മൂവി വരുന്നുണ്ട്, ഇതുപോലെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാസ്റ്റിംഗ് നടത്തിയപ്പോൾ ഞാനും ഈ ഫുഡ് ഇൻസ്പെക്ടർ സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് പല നായകന്മാരെ നോക്കിയത് സത്യമാകട്ടോ. പല നായകന്മാരെ നോക്കിയിട്ട് അത് ആര് സ്ഥിതിക്ക് ഈ വേഷം ചെയ്യാൻ പറ്റിയത്, ആ ബോഡി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റിയ ആരാകും. ഇപ്പൊ പല നായകന്മാരെ പറയും. മലയാള സിനിമയിൽ നായകന്മാരില്ലാഞ്ഞിട്ടല്ല കേട്ടോ, അറിയാവുന്നല്ലോ. ഒരുപാട് ചിത്രങ്ങളിൽ നായകന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആഴ്ചയിൽ 6-7 ചിത്രങ്ങൾ റിലീസാവും. ഇപ്പൊ സമാന്തര ചിത്രമായിക്കോട്ടെ, കൊമേഴ്സ്യൽ ചിത്രമായിക്കോട്ടെ, ഇപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് തന്നെ അറിയാം. ഫ്രീ ആയിട്ട് ആരും വന്ന് അഭിനയിക്കില്ല അല്ലേ. ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും വലിയ എമൗണ്ട് ചോദിച്ചാൽ പിന്നെ അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രൊഡക്ഷനിൽ താങ്ങില്ല. പ്രത്യേകിച്ച് ഇതൊരു തിയേറ്റർ മോട്ടീവായിട്ട് ആദ്യം ഉദ്ദേശിച്ചതല്ല. നിരവധി അവാർഡുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ചിത്രമാണ്. അത് കഴിഞ്ഞ് തിയേറ്റർ റിലീസാവും.
അപ്പോഴേക്ക് ഞാൻ വന്നപ്പോഴേക്ക് എൻ്റെ മാനസികം കണ്ടാണ് വിളിച്ചു, ഈ ക്യാരക്ടറിൽ എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ചെയ്യാൻ പറ്റും, ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ സതീശൻ എങ്ങനെയാ അത് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ടുകായിരുന്നു. സതീശൻ എന്നിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ ഫിഗറും ആ ഒരു രൂപസാദൃശ്യവും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അറിയാം കോൺഫിഡൻസ് എന്ന് ചോദിച്ചു. 100-101% എനിക്ക് കോൺഫിഡൻസ് ആണ് ചെയ്യാൻ. പക്ഷെ എന്നെ അത് ഏൽപ്പിക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്യും, ശരി ചെയ്ത് നന്നായിരിക്കും. ആ ഒരു ഇൻസ്പിറേഷൻ അത് ശ്രദ്ധിക്കാതെ എത്ര തന്നി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ തന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ സാറിനെ നമ്മുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തെയും അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രഷറാണ് ചെയ്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു മെയിൻ സ്ട്രീം ആകുന്ന ഒരു പേടിയുണ്ട് നായകൻ എങ്ങനെ ആയിരിക്കണം. പക്ഷെ ഈ ഒരു സതീശനിലേക്ക് വന്നപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർ സതീശന്റെ ജീവിതം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് ഒരു ചിത്രത്തിന്റെ കണ്ടാണെങ്കിൽ പോലും ഒരു ഗസൽ സീനിന്റെ ഒരു പ്രദേശം ഒരു റിസോർട്ടിൽ ഷൂട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സീൻ എടുക്കുക. എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരെ അവശനായ നായകൻ ആ സമയത്ത് പക്ഷേ ആ ഗാനം ഗസൽ ഗാനം ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു. ചെവി കൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും? എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും? ആ സമയത്ത് ഹൃദയം കൊണ്ട് കേൾക്കാൻ എങ്ങനെയാണ്? അപ്പോൾ ഹൃദയം കൊണ്ട് കേട്ട് നോക്കും, ചെവി കൊണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സീൻ ഒരു നല്ലൊരു തുടക്കമായി ഫസ്റ്റ് എടുത്ത ആ സീൻ തന്നെ ഹൃദയം കൊണ്ട് കേട്ടു. ഞാൻ ഗ്ലിസറിൻ ഇല്ലാതെ കരഞ്ഞു എന്നുള്ള സത്യം. അത് കൂടാതെ ക്രൂസ് എല്ലാവരും അതൊക്കെ എല്ലാവരും അത് ഭയങ്കരമായിട്ട് സന്തോഷം, അവർ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഒരേ സീനും ഇംപ്രൂവൈസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മനോധർമ്മം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ് ഫുഡ് ഇൻസ്പെക്ടർ സതീഷ്. കാര്യം ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ രാത്രികളിലൊക്കെ കരച്ചു പോകും. കാര്യം അത്രയും ഒരു ക്യാരക്ടറാണ് ഈ സതീശൻ. ഇയാള് എനിക്ക് ഈ ജീവിച്ചിരുന്ന വ്യക്തിയാണോ എന്നറിയില്ല, പക്ഷെ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ്, അഭിനയിക്കുന്നതിന് മുമ്പ്. കാര്യം അത്രയും ത്യാഗം ഉള്ളിലൊതുക്കിയ ഒരു മനോവശമുള്ള ഒരു എന്താ പറയുക, ചിത്രത്തിന്റെ പേര് പോലെ നിഴൽ വ്യാപാരികൾ പോലെ തന്നെ വ്യാപാരം നെഞ്ചിലേറ്റ് നടക്കുന്ന വിങ്ങി പൊട്ടാൻ ആഗ്രഹിക്കുന്ന പല ദുഃഖ മുഹൂർത്തങ്ങൾക്കുള്ള ഒരു കഥാപാത്രം എന്നെ ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ അനശ്വരയും അതുപോലെ എല്ലാം വേറൊരു 2 ചിത്രങ്ങളാണ്. അതാണ് ഇതിനകത്ത് സാലിഹിന്റെ കഥാപാത്രമൊക്കെ. സാലിഹ് എന്ന് പറഞ്ഞാൽ വേറൊരു കഥ, മുസ്ലിം സബ്ജക്റ്റാണ്. ഞാനൊരു ദളിത് സംസ്കാരത്തിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സതീശൻ ആ ഡെപ്തിലേക്ക് പോയാൽ അത് എന്താണത് എങ്ങനെ പ്രേക്ഷകർ എടുക്കുമെന്ന് അറിയില്ല. അത്രയും ഉള്ളിൽ ത്യാഗങ്ങളുള്ള ഒരു എന്താ പറയുക, എനിക്ക് ആ പറയാൻ കിട്ടത്തെ വിട. അപ്പം ആ സമയത്ത് എനിക്ക് PR വർക്ക് ചെയ്യുമ്പോൾ ധാരാളം ഫോൺ കോൾസും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ എനിക്ക് ഫോൺ എടുക്കാൻ ആ സമയത്ത് തന്നെ വർക്കൊന്നും കേട്ടില്ല. കാര്യം എനിക്ക് സതീഷിനായിട്ട് ജീവിക്കണമെന്ന് തോന്നി ആ സമയത്ത്. അത് പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് ഈശ്വരനും നിങ്ങളോട് എല്ലാവരും പ്രേക്ഷകർ മീഡിയക്കാരന് സ്വീകരിക്കാം. പ്രത്യേകിച്ച് മീഡിയ ടീം ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ ആദ്യം ചോദിച്ചിട്ട് ആരാ നായകൻ, ആരാ ഹീറോയിൻ, അത് സ്ഥിരം എന്നോട് ചോദിക്കാറുള്ള പോലെ അല്ലേ. അപ്പം നിങ്ങൾ ഒരു സർപ്രൈസാണ്. ഞാൻ അഭിനയിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഈ വേഷം മീനാണ് ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും നായകനെന്ന് പറഞ്ഞില്ല, സംവിധായകനെ പറയുന്ന നായകനാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ വരും കാണാം. ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അനുഷ്ഠ കല്യാൺ ഡോക്ടറാണ്, അതുപോലെ തന്നെ സാറുണ്ട്. പിന്നെ പ്രളയത്തൊക്കെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ വരും, ആർട്ടിസ്റ്റ് ആരാന്ന് കാണാമെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ? ഓക്കെ, എന്തായാലും ജോസഫുള്ളിയായിട്ടും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എല്ലാവരോടും സന്തോഷം പങ്കിടുകയാണ് ഈ മുഹൂർത്തത്തിൽ. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. ഇത് ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ പോകുന്ന മൂവി 2 ചിത്രങ്ങളാണ് ഇതിൽ, നെല്ല് വ്യാപാരികളും അതോടൊപ്പം തന്നെ സ്വാലിഹും. ഫെസ്റ്റിവലിന് ശേഷം തിയേറ്റർ റിലീസ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരോടും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണത്തിന്റെ തുടക്കം തന്നെ ചിങ്ങമാസത്തിൽ ഇങ്ങനെ ഒരു ലോഞ്ച് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കാം. എല്ലാവർക്കും താങ്ക് യു. കൂടാതെ ഒരു മെമ്മന്റ് കൊടുക്കുന്നത് നമ്മുടെ ക്യാമറമാൻ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായതിൽ വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ 2 സിനിമയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ച ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് എന്നെ വലിയ സന്തോഷം. ഇതിൽ എന്നെ ഭാഗമാക്കിയത് എൻ്റെ പ്രിയ സുഹൃത്ത്
അപ്പോൾ അതൊക്കെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമാണ്. എന്തായാലും നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യണം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം അദ്ദേഹം തന്നു, അതിന് വലിയ നന്ദി അറിയിക്കണം. അതുപോലെ ഇതിൻ്റെ ക്രൂ വലിയ മനസ്സുള്ള ആളുകളുടെ കൂടാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് വലിയ സന്തോഷം. അതുപോലെ നമ്മളെപ്പോലെ തന്നെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ് നമ്മൾ മീഡിയ എന്ന് പറയുന്നത്. വലിയ തിരക്കുകൾക്കിടയിലും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത അവരോടും നന്ദി അറിയിക്കുകയാണ്. തുടക്കമാവട്ടെ, രണ്ടോ മൂന്നിലോ ഒതുങ്ങാണ്ട് ഒരു തുടക്കമാവട്ടെ. ഓണക്കോടി ഓണാശംസകൾ എല്ലാവർക്കും.